ഹായ് ഫ്രണ്ട്സ്, നിങ്ങളുടെ വാഹനത്തിൻ്റെ AC ഓൺ ചെയ്യുമ്പോൾ തണുപ്പ് കുറവ് അനുഭവപ്പെടുന്നുണ്ടോ? മറ്റെന്തെങ്കിലും സൗണ്ടോ പൊടിമണമോ മറ്റെന്തെങ്കിലും സ്മെല്ലോ അനുഭവപ്പെടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിനൊക്കെയുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഈ വീഡിയോ മുഴുവനായും കാണുകയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് പരിഹരിക്കാവുന്നതാണ്. എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഇതിനായി ഞാൻ എടുത്തിരിക്കുന്ന വണ്ടി ഹ്യുണ്ടായി ഇയോൺ ആണ്. നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഗ്ലൗ ബോക്സ് തുറന്ന് അതിന്റെ രണ്ട് വശത്തായി കാണുന്ന ആ ഒരു കട്ടിൽ ഇറക്കി വെച്ച ഭാഗം ഇളക്കി പുറത്തേക്ക് എടുക്കുക. ഒട്ടുമിക്ക വാഹനങ്ങളിലും ഇവിടെ തന്നെയാണ് വരുന്നത്. AC ഫിൽറ്റർ അയക്കുന്ന രീതിയും ഏകദേശം സെയിം ആണ്. ചില വാഹനങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം, അത് നോക്കിയും കണ്ടും അയക്കുക. ആദ്യം നമുക്ക് AC ഫിൽറ്റർ അയച്ചു നോക്കാം. ഇതിനായി ഫിൽറ്റർ ബോക്സിന്റെ രണ്ട് വശത്തെ ലോക്കുകളും പ്രസ് ചെയ്ത് അയച്ചെടുക്കുക. അതിനുശേഷം ഫിൽറ്റർ വലിച്ച് പുറത്തേക്ക് എടുക്കാം. ഇതിൽ നെറ്റ് ഫിൽറ്ററാണ് വന്നിരിക്കുന്നത്. ചില വാഹനങ്ങളിൽ പേപ്പർ ഫിൽറ്ററും വരും. ഇതുപോലെയുള്ള നെറ്റ് ഫിൽറ്റർ ആണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. പേപ്പർ ഫിൽറ്റർ ആണെങ്കിൽ അത് റീപ്ലേസ് ചെയ്യുന്നതാണ് നല്ലത്. ക്ലീൻ ചെയ്ത് വീണ്ടും ഉപയോഗിക്കാതിരിക്കുക. ഇനി നമുക്ക് ബ്ലോവർ നയിക്കാം. ഇതിനായി സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ആവശ്യമാണ്. ബ്ലോവർ വരുന്നത് ഡാഷ്ബോർഡിൽ ഗ്ലൗ ബോക്സിന് അടിയിലായിട്ടാണ് വരുന്നത്. ഈ കാണുന്ന 3 സ്റ്റാർ സ്ക്രൂകളാണ് അഴിക്കേണ്ടത്. ഈ കപ്ലർ അഴിക്കേണ്ടതുണ്ട്. ഇത് അഴിക്കുമ്പോൾ പ്രോപ്പറായി പ്രസ് ചെയ്ത് തന്നെ അഴിക്കുക. അല്ലാതെ പിടിച്ചു വലിച്ചാൽ കപ്ലർ പൊട്ടി പോകുന്നതായിരിക്കും. ബ്ലോവർ അഴിച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം എത്രത്തോളം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. ഇനി നമുക്ക് വല്ല ബ്രഷോ കാര്യങ്ങളോ ഉപയോഗിച്ച് ഇത് പ്രോപ്പറായി ക്ലീൻ ചെയ്തെടുക്കാം. സാധാരണ എല്ലാവരും ACയുടെ കൂളിംഗ് പറയുമ്പോൾ ഫിൽറ്റർ ചെക്ക് ചെയ്ത് ഫിൽറ്റർ മാറുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ബ്ലോവർ അഴിച്ച് ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരു 6 മാസത്തിലൊരിക്കലെങ്കിലും ബ്ലോവർ അഴിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. ACയിൽ നിന്നുള്ള ബാഡ് സ്മെല്ല്, അതുപോലെ തന്നെ പൊടിമണം എന്നിങ്ങനെയുള്ളത് ഈ ഒരു ബ്ലോവർ ക്ലീൻ ചെയ്യുകയും അതുപോലെ തന്നെ ഫിൽറ്റർ മാറുന്നതോടുകൂടി മാറിക്കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഇതുപോലുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കുന്നതിനായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കണ്ടു തന്നെ മനസ്സിലാക്കാവുന്നതാണ് ഇതിൻ്റെ അകത്ത് എത്രത്തോളമാണ് ഡസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് എന്ന്. സാധാരണ ഈ ബ്ലോവർ ഓൺ ചെയ്യുമ്പോൾ സൗണ്ട് വരുന്നത് അതിൽ വലിയ രീതിയിലുള്ള എന്തെങ്കിലും സാധനങ്ങൾ കുടുങ്ങി കഴിഞ്ഞാലാണ് സൗണ്ട് ഉണ്ടാകുന്നത്. പിന്നെ അതിൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടും ഉണ്ടാവാം. പൊതുവെ കണ്ടുവരുന്നത് കുറച്ച് ദിവസം കയറ്റിയിട്ട വണ്ടികളിലൊക്കെ എലിയോ വല്ലതും കയറി അതിൽ എന്തെങ്കിലും കൊണ്ടുവച്ചതിന്റെ ഭാഗമായിട്ട് എലിയോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരഞ്ഞിട്ട് ഇതേപോലുള്ള സൗണ്ട് ഉണ്ടാവാറുണ്ട്. അങ്ങനെ നമ്മൾ ബ്ലോവർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി പഴയ പോലെ തിരിച്ച് ഫിറ്റ് ചെയ്യാവുന്നതാണ്. അതിനു മുന്നേ നമ്മുടെ ബ്ലോവർ ബോക്സ് ഒന്ന് നല്ല വൃത്തിയിൽ തുടച്ച് ക്ലീൻ ചെയ്യുക. അതിനുശേഷം പഴയതുപോലെ തന്നെ എല്ലാം തിരിച്ച് ഫിറ്റ് ചെയ്യുക. കപ്ലറും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഫിറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് AC ഓൺ ചെയ്ത് നോക്ക്. അപ്പോൾ നിങ്ങൾ ചെയ്തതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ആ ഒരു റിസൾട്ട് കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.